നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചില സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്റെ ആ മാമൻ മനഃപൂർവ്വം ഫോൺ മറന്നു വെച്ചായിട്ട് അഭിനയിച്ചാണോ? അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ സൂര്യ. അല്ല, ഫോൺ എടുക്കാൻ തിരികെ വന്നിട്ട് സേതുവേട്ടനെ നോക്കി അയാൾ പറഞ്ഞ ഡയലോഗ് താൻ കേട്ടില്ലേ? സംസാരം കേട്ടിട്ട് സേതുവേട്ടൻ എപ്പോഴും പോലീസ് സ്റ്റേഷനിലാണെന്ന് തോന്നുന്നു. തന്റെ മാമൻ പോയതിനു ശേഷമാണ് നമ്മൾ സ്റ്റേഷനിൽ നടന്ന കാര്യമൊക്കെ പറഞ്ഞത്. അപ്പൊ തന്നെ അയാൾ കൃത്യമായിട്ട് തിരികെ വരികയും ചെയ്തു. സത്യം പറയാലോ സൂര്യ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏതോ ഒരു കല്യാണത്തിന് പോയപ്പോ മാമനെ ഒരു മിന്നായം പോലെ കണ്ട ഓർമ്മ എനിക്കുള്ളൂ. അത്രമാത്രം അമ്മ ഞങ്ങളെ അവരിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്നതാ. പിന്നെ ദാ ഇപ്പോഴാണ് ഞാൻ അവരെ കാണുന്നത്. എന്തായാലും കഴിഞ്ഞതൊക്കെ മറന്ന് ബന്ധം സ്ഥാപിക്കാൻ വീണ്ടും തോന്നിയല്ലോ, അതൊരു നല്ല കാര്യം തന്നെ. അമ്മ ഒരിക്കലും മാമനോട് സഹകരിക്കില്ല സൂര്യ. രണ്ടാനമ്മയെ കാണുന്നത് തന്നെ അമ്മയ്ക്ക് വെറുപ്പായിരിക്കും. തന്റെ അഭിപ്രായം എന്താ? കല്യാണത്തിന് പോകുന്നുണ്ട്? അമ്മയോട് പറഞ്ഞു നോക്കാം. ഒന്നാമതേ വർഷങ്ങളായിട്ടുള്ള പിണക്കം, പിന്നെ ആരോ പറഞ്ഞു വിളിപ്പിച്ച പോലെ കല്യാണത്തിന് 2 ദിവസം ബാക്കിയുള്ളപ്പോ വന്ന് വിളിച്ചത്. ഇതൊക്കെ അമ്മയെ പോലുള്ള പഴയ ആൾക്കാർക്ക് പിടിക്കില്ല സൂര്യ. നോക്കാം, സഹകരിക്കാൻ പറ്റുമെങ്കിൽ സഹകരിക്കാം. തനിക്ക് മാത്രമല്ല ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉള്ളൂ. ആരൊക്കെ എന്തൊക്കെ കാണിച്ചാലും ദൈവസത്യം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, അതൊരിക്കലും മാറ്റാൻ പറ്റില്ല സൂര്യ. ആ സൂര്യ, അത് പറയാൻ മറന്നു. സുനിൽ ശർമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞ് അവര് പരാതി കൊടുത്ത വിവരം ഞാൻ അപ്പൊ തന്നെ അങ്കിളിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ, അത് നന്നായി. ഏത് നിമിഷവും മാനസേസയെ വിളിപ്പിക്കാനാ സാധ്യത. സുനിൽ ശർമ്മ ഈ നാട്ടിലേക്ക് വന്നിട്ട് കൂടുതൽ ഫോണിൽ സംസാരിച്ചിട്ടുള്ളതും തമ്മിൽ കണ്ടിട്ടുള്ളതും മാനസയെ. അപ്പൊ പിന്നെ അവളെ ചുറ്റിപ്പറ്റിയ അന്വേഷണം നടക്കും. അങ്കിൾ ആന്റിയെ കൊണ്ട് മാനസയോട് പറയിപ്പിക്കും. നേരത്തെ അറിഞ്ഞിരുന്ന ഒന്ന് കരുതിയിരുന്നുള്ളൂല്ലോ. എന്തൊക്കെയോ ഗൗരവമായ കാര്യങ്ങൾ മാനസയ്ക്കും സുനിലിനും ഇടയിലുണ്ട്. നമ്മളോട് അവൾക്ക് പറയാൻ പറ്റാഞ്ഞിട്ടാവും പറയാത്തത്. ശരിക്കും നമ്മളെ പെടുത്തിയതല്ലേ സൂര്യ? നമ്മുടെ കുഞ്ഞിനെ നമുക്ക് സംരക്ഷിച്ചല്ലേ പറ്റുള്ളൂ. താൻ സൗകര്യം പോലെ മാനസെ പോയെന്ന് കാണും. അവര് കേസ് കൊടുത്ത സ്ഥിതിക്ക് മാനസ നല്ലതുപോലെ വരണ്ടിട്ടുണ്ടാവും. ഞാനും അത് ആലോചിച്ചതാ സൂര്യ. ഇപ്പൊ തന്നെ അവള് മൊത്തത്തില് പിടിവിട്ട് നിൽക്കുക. ചിലപ്പോ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞാലോ? ഇനിയും കള്ളം പറഞ്ഞാ അവൾ ഒറ്റപ്പെടുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എത്രയും വേഗം നമുക്ക് തന്നെ ഒരു തീരുമാനം എടുക്കണം ഭാവന. ഹലോ. ആ, ഒരു മിനിറ്റ്. താനങ്ങോട്ട് ചെല്ല, ഞാനിപ്പോൾ വരാം. സർ, ഞാൻ എസ് ഐ അജിത്താണ്. എന്താ പറയൂ സാർ. ഞാൻ സൂര്യയെ വിളിച്ചിരുന്നു. അപ്പോൾ സൂര്യ ഭാവനയുടെ വീട്ടിലാണ് ഉള്ളതെന്ന് അറിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ സാറിനെ വിളിച്ചത്. എന്താ സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട് സർ. ആ സുനിൽ ശർമ്മയുടെ മിസ്സിങ്ങിനെ കുറിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ കേസ് അല്പം ബലത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് വിളിച്ചു പറഞ്ഞിരിക്കുക മാനസയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ. ആണോ സാർ? അതെ, ഏത് നിമിഷവും മാനസയെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് വന്നേക്കും. അതൊന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. ഓക്കെ സാർ, താങ്ക് യു. ഈ വിവരം ഒന്ന് മാനസയോട് പറഞ്ഞേക്കണം. അല്ലാതെ പെട്ടെന്ന് പോലീസിനെ കാണുമ്പോ ഒരു വിഷമാവണ്ട. ശരി സാർ, ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ, ശരി. മാനസ, ഇപ്പൊ എസ് ഐ വിളിച്ചിരുന്നു. സീമിന്റെ ഓഫീസിൽ നേരിട്ട് വിളിച്ച് പറഞ്ഞിരിക്കാമോ മോളെ കസ്റ്റഡിയിൽ എടുക്കാനായിട്ട്? അതെന്ത് ദേവേട്ട പെട്ടെന്നിങ്ങനെ? എനിക്കെങ്ങനെ അറിയാം? എസ് ഐ സൂര്യ ആദ്യം വിളിച്ചേ. സൂര്യ ഭാവനയുടെ വീട്ടിലാണെന്ന് പറഞ്ഞതുകൊണ്ടാ എന്നെ വിളിച്ചേ. ഏത് നിമിഷവും പോലീസ് ഇവിടെ വന്നേക്കാം മോളെ. ഈശ്വരാ. ആന്റി, എന്താ മോളെ? ഏട്ടാ, മാനസ മോളെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്.
അയ്യോ അയ്യോ അജേട്ടാ, ഈശ്വര, എന്തിനാ മോളെ? സുനിലിന്റെ മിസ്സിംഗ് തന്നെയാ കാരണം. അയ്യോ മച്ചമ്പി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് വിളിച്ചു പറഞ്ഞിട്ടുള്ള കേസാ. ദേവേട്ടാ, ആരെങ്കിലും ഒന്ന് വിളിച്ച് പറ, ഇവിടെ പ്രഗ്നന്റ് ആണെന്ന് പറ. മുഖ്യമന്ത്രിയുടെ മുകളിൽ ഞാൻ ആരെ വിളിച്ച് പറയാനാ ജയ? വരട്ടെ അങ്ങളെ, ഞാൻ അതിന് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഇത് ആ മാഹി അങ്ങള് കേസ് സ്ട്രോങ് ആക്കിയതാവും. മോളെ ഞാൻ കൂടെ പോവാത്തതിന്. അവരവരുടെ ഡ്യൂട്ടി അല്ലേ ചെയ്യുന്നത്. എന്നെ ചോദ്യം ചെയ്താ എനിക്കറിയാവുന്നതല്ലേ പറയാൻ പറ്റൂ. ഇല്ല ദേവേട്ടാ, ഞാൻ സമ്മതിക്കില്ല. മാനസ് മോളെ അങ്ങനെ ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റില്ല. നീ ചുമ്മാ മണ്ടത്തരം വിളിച്ച് പറയല്ലേ ജയ? ആന്റി, ആന്റി പേടിക്കണ്ട. എന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾ തമ്മിൽ കണ്ടതിന്റെയും ഫോൺ ചെയ്തിട്ടുള്ളതിന്റെയും വിവരങ്ങൾ അവരുടെ കയ്യിലുള്ളതല്ലേ മോളെ? അപ്പൊ പിന്നെ അവർക്ക് കസ്റ്റഡിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇവിടെയും ഭാവനയും സൂര്യ ഇടപെട്ടതുകൊണ്ടാ എസ് ഐ അജിത് സാർ മോളെ കസ്റ്റഡിയിൽ എടുക്കാതിരുന്നേ. പക്ഷെ ഇതിപ്പോ അദ്ദേഹത്തിന്റെ കയ്യിലല്ല കാര്യങ്ങള്. അയ്യോ പോലീസ് വന്നു. ഈശ്വര, ഇങ്ങോട്ട് വന്നേ നീ. എന്റെ മോളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും മാർഗോട്ടൊന്ന് പറഞ്ഞേ. ഏട്ടാ. അയ്യോ ഒന്ന് പറ. മിസ്റ്റർ ദേവൻ. യെസ് മാഡം. ആരാ മാനസ? അകത്തുണ്ട്. എന്താ മാഡം പ്രശ്നം? എന്താ പ്രശ്നമെന്ന് മിസ്റ്റർ ദേവൻ അറിയില്ലേ? എസ് ഐ അജിത്ത് വിളിച്ച് പറഞ്ഞില്ലേ? പറഞ്ഞു മാഡം, പക്ഷെ ഒന്നും വ്യക്തമായിട്ട് മനസ്സിലായില്ല. എന്നാ വ്യക്തമാക്കാം. അയ്യോ ദാ ഇങ്ങോട്ട് വരുന്നു. അയ്യോ മോളെ, മോളെ, അങ്ങോട്ട് മാറിക്കേ. നീയാണോ മാനസ? അതെ മാം. ഇങ്ങോട്ട് മാറിക്കേ.